ഏതെങ്കിലും മേഖലയിൽ സാമ്പത്തികമായി ഉയർന്നു, എല്ലാവർക്കും കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള വലിയ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ തുടങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥാപനങ്ങൾ തുടങ്ങുകയാണെങ്കിൽ കേരളത്തിന് പുറത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ പിറ്റേന്ന് കൊടി കുത്തി പൂട്ടിക്കും. അതെ, സംശയമില്ലാത്തതാണ്. എന്നാൽ ചെറിയ പലതും നമുക്കാവാലോ. അതുകൊണ്ട് ഈ സംഘടനകളൊക്കെ ഒരു തീരുമാനമെടുത്താൽ മതി. ഞങ്ങളുടെ വാർഷിക സാമ്പത്തിക ബജറ്റിങ്ങിൽ ഇത്ര % ഞാൻ ഇന്നതിന് നീക്കി വയ്ക്കും. ചെറിയ കാര്യങ്ങൾ പറയാം, ചെറിയ കാര്യങ്ങൾ. ഒരു 5 കിലോമീറ്റർ ഇടവിട്ട് ഒരു കരിക്ക് കച്ചവടത്തിന് ഞാൻ പണം കൊടുക്കും. അത് തിരിച്ചു ചോദിക്കേണ്ട, അയാളുടെ വേറെ 2 പേർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ അത് തിരിച്ചു തരട്ടെ. കരിക്ക് കച്ചവടം വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. എന്താ സ്വാമി കരിക്കുമ്മ കയറി പിടിച്ച്? പല കാരണങ്ങൾ. മൊക്കിന് നടക്കുന്ന കരിക്ക് കച്ചവടങ്ങളിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഒരു 8,000-9,000 രൂപ മിനിമം പ്രോഫിറ്റ് ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കരിക്കുകൾ ഇവിടെ വിറ്റ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 8,000 രൂപയിൽ മുകളിൽ പ്രോഫിറ്റ് ഉണ്ട്. 2, നല്ല വജ്രം പോലെ വെട്ടിത്തിളങ്ങുന്ന 5 വെട്ടുകത്തിയെങ്കിലും ഉണ്ട്. ഇത്ര കത്തിയെ വെക്കാവൂ എന്ന് ഒരു നിയമവും ഇവിടെ ഇല്ല. ഉണ്ടോ? ഒരു കത്തിയിൽ എത്ര കത്തി, ഒരു കരിക്ക് കച്ചവടക്കാർ ഇത്ര കത്തിയെ വെക്കാൻ പാടുള്ളൂ, അത് ഇത്ര മൂർച്ചയാക്കാൻ പാടുള്ളൂ എന്നൊന്നും ഒരു നിയമവും ഇവിടെ ഇല്ല. ഓർമ്മിച്ചാൽ നല്ലത്. തമാശ പറയാന്ന് വിചാരിക്കരുത്. 2, ഒരു 5 കിലോമീറ്റർ കൂടുമ്പോൾ വളരെ ലാഭകരമായ ബിസിനസ്സാണ് അത്തറ് കച്ചവടം. തുടർന്നു. കള്ളത്തരം മേത്ത് പൂശിക്കഴിഞ്ഞാൽ ചൊറിയുന്ന സാധനങ്ങളൊന്നും വിൽക്കരുത്. നല്ല ശുദ്ധമായ അത്തറ് ഉത്തരഭാരതത്തിൽ ഉണ്ടാക്കുന്നതിലേറെയും ഹിന്ദു സ്ഥാപനങ്ങളിൽ നിന്നാണ്. നല്ല ഒന്നാന്തരം അത്തറ് ഉത്തരഭാരതത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ടുവരിക. അത് കാണിക്കാം. കുറെ ഗ്ലാസ് കുപ്പിയൊക്കെ വേണം. അതിനൊക്കെ ചെറിയ ഇൻവെസ്റ്റ്മെന്റേ വേണ്ടു, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. അതിന് നല്ലൊരു വർണ്ണാഭ കിട്ടാൻ വേണ്ടി ഒരു ചൈനീസ് വിളക്ക് കത്തിച്ച് വെച്ചാൽ മതി, നല്ല വർണ്ണശോഭ കിട്ടും. ഈ അത്ര വിൽക്കുന്ന ആള് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമവും ഇല്ല. പറഞ്ഞൊരർത്ഥം മനസ്സിലാക്കുക. ഈ അത്ര വിൽക്കുന്ന ആള് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എവിടെയും നിയമം പറയുന്നില്ല. ഒരു 10 കിലോമീറ്റർ ഇടവിട്ട് കോഴി കച്ചവടം. സ്വാമി, നിങ്ങളൊക്കെ സസ്യാഹാരിയാവാൻ നിർബന്ധരല്ലേ? നിങ്ങൾ സസ്യാഹാരിയല്ലേ? ഞാൻ സസ്യാഹാരിയാണോ നോക്കിയിട്ടല്ല. സാമാന്യ ജനങ്ങൾ, ഹിന്ദുക്കൾ ഇന്ന് നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഒക്കെ അറിയാം, അവിടെ കഴിക്കുന്ന ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. പൂർ വെജിറ്റേറിയൻ ആണോ പ്യൂർ വെജിറ്റേറിയൻ ആണോ എന്ന് അറിയില്ല. എന്താ ഇങ്ങനെയാ ഉച്ചരിക്കേണ്ടത്? PURE എന്നുള്ളത് പ്യൂർ ആണോ പൂവർ ആണോ അറിയില്ല. സ്വാമി ഒന്ന് ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരുമോ? അല്ല, എൻ്റെ ഇംഗ്ലീഷ് ഇത്രയൊക്കെ മതി. ഒരു പൂർ വെജിറ്റേറിയൻ, പ്യൂർ അല്ല കേട്ടോ, പൂർ വെജിറ്റേറിയൻ. കാരണം ഒരു സ്വാമിജി ഇപ്പൊ സമാധിയായി. കഴിഞ്ഞ വർഷം പരംപൂജ്യ സദാനന്ദ സരസ്വതി സ്വാമിജി ചോദിച്ചു, ഇത് ശുദ്ധ വെജിറ്റേറിയൻ തന്നെ അല്ലേ? പിന്നെ ശുദ്ധ വെജിറ്റേറിയനാ സ്വാമി, കയ്യിൽ ഒന്നാമേ ഉള്ളൂ എന്ന്. ഏത് മനസ്സിലായില്ല? അപ്പുറത്ത് പ്യൂർ വെജിറ്റേറിയൻ, ഇപ്പുറത്ത് നോൺ വെജിറ്റേറിയൻ, നടുക്ക് അടുക്കള. അപ്പൊ കയ്യിലൊന്നാണ് എന്നേ ഉള്ളൂ, ശുദ്ധ വെജിറ്റേറിയൻ തന്നെയാ. അതുകൊണ്ടാ പറഞ്ഞ്. അപ്പോ ശ്രദ്ധിക്കുക. കയ്യിലെന്ന് പറഞ്ഞാൽ തവി. ഇനി ഇംഗ്ലീഷ് പറയണമെങ്കിൽ സ്പൂൺ. ഇന്നല്ല. അപ്പോ എപ്പോഴും ഈ ഭാഷ ഹൃദയത്തിന് വരുന്നൊരു സുഖ. ഈ വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു കൃത്രിമത്വ. ഈ വേദിയിൽ ഇരിക്കുന്നാണ് സാധാരണയായിട്ട് പറയുക. അപ്പം മറ്റതൊരു ഔപചാരികതയായി. നമ്മളിപ്പോൾ ഒരു ഔപചാരികതയുടെ ആവശ്യമില്ല. ഹൃദയത്തിൽ നിന്ന് ഭാഷ വരണം, അത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം. അപ്പൊ അതുകൊണ്ട് പറയുന്നത്, ഇത് കടിച്ചു വലിക്കാനോ പോയിട്ട് ഇല്ല, കടിച്ചു വലിക്കാം, എന്നാ പിന്നെ വിൽക്കുകയും ചെയ്യാം.
നല്ല ലാഭമാണ്. പൂക്കട, പച്ചക്കറി കച്ചവടം, പഴക്കച്ചവടം, ഇങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തത് നോക്കിയാൽ തന്നെ നമ്മുടെ സമാജത്തെ നമുക്ക് ഉയർത്താൻ കഴിയും. ഇനി പറഞ്ഞത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതിന് ഇവിടുത്തെ സംഘടനകൾ മാത്രം ഒന്ന് തീരുമാനിച്ചാൽ മതി. ഞങ്ങളുടെ അംഗങ്ങൾക്ക് ഇത്തരം സ്ഥാപനങ്ങൾ നടത്താൻ ഞങ്ങൾ പ്രേരണ കൊടുക്കും. പിന്നെ ഒത്തുചേർന്ന് വലിയ ബിസിനസ്സുകൾ ആരംഭിക്കുക. ഓരോ മേഖലയിലും പിന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഹിന്ദു നിൽക്കുമ്പോൾ മറ്റവനെ നോക്കി അസൂയപ്പെട്ടിട്ടോ യവനെ നോക്കി വിലപിച്ചിട്ടോ ഒരു കാര്യമില്ല. ഇപ്പുറത്തേക്ക് നോക്കി വിലപിച്ചിട്ടോ അപ്പുറത്തേക്ക് നോക്കി അസൂയപ്പെട്ടിട്ടോ കാര്യമില്ല. നമ്മൾ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങണം. അതിനുതകുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ടാക്കണം. അതിനെന്ത് വേണം? ഹിന്ദു വോട്ട് ബാങ്ക് ആവണം. നിങ്ങൾ BJP ആവണമെന്നോ നിങ്ങൾ കോൺഗ്രസ് ആവണമെന്നോ നിങ്ങൾ മാർക്സിസ്റ്റ് ആവണമെന്നോ ചിദാനന്ദപുരി സ്വാമി പറയുന്നില്ല. മറിച്ച് ഹിന്ദുവിന്റെ താല്പര്യത്തെ സംരക്ഷിക്കുന്നവർക്ക് എൻ്റെ വോട്ട് ഉള്ളൂ എന്ന് പറയാൻ സാധിക്കണം.